ഡിസൈൻ ഗോൾഡ് എൻഗ്രേവിംഗ്സ് ആണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ PS5ന്റെ കൺട്രോളർ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലെ PS5ന്റെ ഗോസ്റ്റ് ഓഫ് യോയിറ്റൈ സ്പെഷ്യൽ എഡിഷൻ ആണുള്ളത്. ഇതിന്റെ ഡിസൈനൊക്കെ പൊളിയാണ്, അടിപൊളി ഡിസൈൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് സംഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇത് ഇത്തിരി ബീറ്റൺ അപ്പ് ആണ്. ഞാനിവിടെ അടുത്തുനിന്ന് പിക്കപ്പ് ചെയ്തതാണ്. ഒരു ബാർഗൻ പ്രൈസിൽ കണ്ടപ്പം വിട്ടുകൊടുക്കാൻ തോന്നിയില്ല, അപ്പോൾ ഞാനിതങ്ങ് പിക്കപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ പുറത്തെ സ്ലീവ് നമ്മളെടുത്തിട്ട് എല്ലാ PS5ഉം വരുന്ന പോലെ ഔട്ടർ സ്ലീവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് നമ്മുടെ PS5ഉം ആക്സസറീസും എല്ലാം ഉള്ളത്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പം ഇതിലാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ കേബിൾസ് എല്ലാം ഉണ്ട്. HDMI കേബിള്, പവർ കോഡ്, അതെല്ലാം ഇതിലുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ്, അതാരും വായിക്കാറില്ല, എന്നാലും അതിനുള്ളുണ്ട്. ഇതാണ് നമ്മുടെ PS5 ഹൊറിസോണ്ടലായി വെക്കുമ്പം അതിനുള്ള സ്റ്റാൻഡ്. പിന്നെ ഇതിലാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ കൺട്രോളർ വരുന്നത്. ഇതാണ് ഈ കോൺസോളിൻ്റെ, ഈ സ്പെഷ്യൽ എഡിഷൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നതും കൂടി ഇതാണ്, ഈ സ്പെഷ്യൽ എഡിഷൻ കൺട്രോളർ. ഇതിന് ഡിസൈൻ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ PS5ൻ്റെ കൺട്രോളർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗോൾഡ് എൻഗ്രേവിങ്സ്. ബാക്കിൽ ഡിസൈൻസ് ഒന്നുമില്ല. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലെ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊരു അടിപൊളി കൺട്രോളറാണ്. ഐ വിഷ് ഐ കുഡ് കീപ്പ് ഇറ്റ്. പക്ഷേ ഇത് ഞാൻ റീസെയിൽ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ PS5 എങ്ങനെ ഉണ്ടെന്നും കൂടെ നോക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ കേബിൾസൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ കൺട്രോളർ. ഇവിടെ ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. ഇനി നമ്മുടെ മെയിൻ താരമായ നമ്മുടെ PS5 ഡിസ്ക് എഡിഷൻ ആണ് കേട്ടോ. ഇത് PS5 സ്ലിം ഡിസ്ക് എഡിഷൻ. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഈ ബോക്സ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു റാപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ PS5 വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ PS5. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഡിസൈന് എന്ത് രസമുള്ളതാണ്. ഡിസൈൻ ഗോൾഡ് എൻഗ്രേവിങ്സ് ആണ്, എച്ച്ഡ് ആണ്. ഇത് വെറും പ്രിൻ്റ് അല്ല, പെയിൻ്റ് അടിച്ചേക്കണ പോലെയല്ല. ഇത് ഇച്ചിരി റേസ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ ഒത്തിരി എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റേഷൻ്റെ ഒരു ലോഗോയും ആണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ ഗോസ്റ്റ് ഓഫ് യോയിറ്റൈ PS5. ഡിസൈൻ ഒഴിച്ച് അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം സെയിം ആണ്. ഒരു സ്റ്റാൻഡേർഡ് PS5 ഡിസ്ക് എഡിഷനുമായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു അടിപൊളി PS5 ഗോസ്റ്റ് ഓഫ് യോയിറ്റൈ സ്പെഷ്യൽ എഡിഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് റിലീസ് ചെയ്തപ്പോൾ മേടിക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഗെയിമും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ മേടിച്ച ആൾ അത് ഓൾറെഡി യൂസ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ഗെയിം ഓൾറെഡി പ്ലേ ചെയ്തതാണ്. അപ്പം ഈ PS5 ഗോസ്റ്റ് ഓഫ് യോയിറ്റൈ സ്പെഷ്യൽ എഡിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇത് എനിക്ക് കീപ്പ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷേ ഇത് റീസെയിൽ ചെയ്യണം. നമ്മൾ ഇതിന് പേ ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 38,000 രൂപ എന്ന് പറയാം. ഇവിടുത്തെ പൈസയിൽ 380 പൗണ്ടാണ് ഞാൻ കൊടുത്തത്. നമ്മൾ ഇത് പിക്കപ്പ് ചെയ്തപ്പം ഇതിൻ്റെ കൂടെ PS5 വെക്കുന്ന ഒരു സ്റ്റാൻഡും കൂടി കിട്ടിയായിരുന്നു, LED ലൈറ്റ്സ് ഉള്ള. അപ്പോൾ നമുക്കിതൊന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഇത് നമ്മുടെ LED സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ഫുള്ള് ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നും കൂടെ ഒരു വീഡിയോ ഞാനിതിൻ്റെ അവസാനത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ PS5 ഗോസ്റ്റ് ഓഫ് യോയിറ്റൈ പ്ലഗ് ഇൻ ചെയ്ത് ടേൺ ഓൺ ആക്കിയിട്ടുള്ള ലുക്ക്. അപ്പോൾ ഈ സ്പെഷ്യൽ എഡിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.